പ്രിയമുള്ള സുഹൃത്തുക്കളെ, തമിഴ്നാട്ടിൽ വിജയ് ഒരു നടനാണ്. അദ്ദേഹം ചെയ്തിട്ടുള്ള സിനിമകളൊക്കെ വമ്പൻ വിജയങ്ങളായിരുന്നു. ഈ അടുത്ത കാലത്തായിട്ട് ചില ചിത്രങ്ങളൊക്കെ പരാജയപ്പെട്ടുവെങ്കിൽ തന്നെയും സാധാരണഗതിയിൽ ധനം സമ്പാദിക്കാൻ വേണ്ടി വരുന്നവർ പ്രശസ്തിയും കൂടി അതിൻ്റെ കൂടെ ബോണസായിട്ട് കിട്ടും. അങ്ങനെ കിട്ടിയ പ്രശസ്തി മതിയാകുന്നില്ല എന്നൊരു തോന്നൽ കൊണ്ട് ഇത്തരക്കാർ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കാൻ തുനിയും. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് MGRും ജയലളിതയും NT രാമറാവും. ഇവരൊക്കെ സിനിമാ ലോകത്ത് നിന്ന് രാഷ്ട്രീയ രംഗത്തേക്ക് വന്നിട്ട് മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തപ്പെട്ടു എന്നുള്ളതാണ്. അവിടെയൊക്കെ തഴമ്പിച്ച രാഷ്ട്രീയ നേതാക്കൾ ഉണ്ടായിരുന്നു. അവരെയൊക്കെ വകഞ്ഞു മാറ്റിക്കൊണ്ട് ഇവർക്ക് മുമ്പിൽ വരാൻ സാധിച്ചു. ഇതൊരു പ്രചോദനമാണ്. ഈ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഇന്നത്തെ തമിഴ്നാട്ടിലെ നടീനടന്മാർ രാഷ്ട്രീയ രംഗത്തേക്ക് ചുവടുമാറ്റം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കമൽഹാസൻ ഉൾപ്പെടെയുള്ള ആളുകൾ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചുവെങ്കിലും പലതും പരാജയപ്പെട്ടു എന്നുള്ള ഒരു ശുഭവാർത്ത കൂടെ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഈ വിജയ് തൻ്റെ വെറ്റിക്കഴകം, തമിഴ് വെറ്റിക്കഴകം എന്ന ആ പാർട്ടിയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് എല്ലാ ജില്ലകളിലും മഹാസമ്മേളനങ്ങൾ വിളിച്ചുകൂടി. പല ജില്ലകളിലും ഒരുപാട് ആളുകൾ തടിച്ചുകൂടി. അതുപോലെ കരൂരിലും ഒരു മീറ്റിംഗ് അദ്ദേഹം വിളിച്ചുകൂടി. ആ മീറ്റിങ്ങിൽ സാങ്ഷന് വേണ്ടി അപേക്ഷിച്ചപ്പോൾ സർക്കാർ സംവിധാനങ്ങൾ സാങ്ഷൻ കൊടുത്തില്ല എങ്കിൽ തന്നെയും പിന്നീട് അവരെ സ്വാധീനിച്ചുകൊണ്ട് ഒരു മീറ്റിങ്ങിനുള്ള സാങ്ഷൻ അദ്ദേഹം വാങ്ങിയെടുത്തു. 10,000 പേരാണ് പങ്കെടുക്കാനായിട്ട് അനുമതി നൽകപ്പെട്ടിരുന്നതെങ്കിൽ ആ മീറ്റിങ്ങിൽ ഏകദേശം 30,000-ത്തിലധികം ആളുകൾ പങ്കെടുത്തു എന്നാണ്. തിക്കും തിരക്കും പറയേണ്ടതില്ലല്ലോ. അങ്ങനെ തിക്കിലും തിരക്കിലും പെട്ട് 41 ആളുകൾ ദാരുണമായി മരണപ്പെട്ടു. ഈ തിക്കിലും തിരക്കിലും പെട്ട് മരണപ്പെടുക എന്ന് വെച്ചാൽ ശ്വാസം മുട്ടി മരിക്കുക എന്നതാണ്. ഒരാൾ താഴെ വീണ് കഴിഞ്ഞാൽ, ഏതെങ്കിലും കാരണം കൊണ്ട് കൂട്ടത്തിൽ നിൽക്കുന്ന ഒരാൾ താഴെ വീണ് കഴിഞ്ഞാൽ അയാളുടെ പുറത്ത് ചവിട്ടിപ്പോകുന്ന പാദങ്ങളുടെ കണക്കെടുക്കാനേ പറ്റില്ല. കാര്യം പിന്നിൽ നിന്നുള്ള തള്ള്. എനിക്ക് മനസ്സിലാകാത്ത ഒരു കാര്യം, ഞാൻ ഈ പൊതുവെ ആൾക്കൂട്ടത്തെ വെറുക്കുന്ന ഒരാളാണ്. ആൾക്കൂട്ടം ആപത്ത് എന്ന് കരുതുന്ന ഒരാളാണ്. 50, 100 ഒരു ഹാളിനകത്തുള്ള ഒക്കെ ആണെങ്കിൽ നിയന്ത്രിതമായ ആൾക്കൂട്ടം. ഇപ്പം രാഷ്ട്രീയ പാർട്ടികൾക്ക് നിയന്ത്രിതമായ ആൾക്കൂട്ടം പറ്റില്ല. അത് അവരുടെ പോരായ്മയായി കണക്കാക്കപ്പെടും, വിലയിരുത്തപ്പെടും. അതുകൊണ്ട് ശക്തമായ ജനാവലി തന്നെ തങ്ങളുടെ ഈ സമ്മേളനങ്ങളിൽ പങ്കെടുക്കണമെന്ന് അവർക്ക് ഭയങ്കര നിർബന്ധമാണ്. അങ്ങനെയാണ് കരൂരിൽ വിജയ് ഒരു യോഗം സംഘടിപ്പിച്ചു. ചുരുക്കി പറഞ്ഞാൽ 41 ആളുകളുടെ ദാരുണമായ അന്ത്യമാണ് അതിലൂടെ സംഭവിച്ചത്. ആരാണിതിന് ഉത്തരവാദി? വഴിയെ പറയാം. നമ്മുടെ MGR, അണ്ണാദുരൈ, ജയലളിത ഒക്കെ മരിച്ചപ്പോൾ തമിഴ്നാട്ടിലെ ആളുകൾ അവരുടെ ഭക്തന്മാർ, ആ വാക്ക് തന്നെ ഉപയോഗിക്കുകയാണ്, രസികർ മന്റം എന്ന് പറഞ്ഞാൽ ഭക്തിമന്റം, ഭക്തിക്കൂട്ടം, അതിൽ പലരും മണ്ണെണ്ണ കൊണ്ടുവന്ന് പരസ്യമായി ശരീരത്തിൽ ഒഴിച്ചുകൊണ്ട് ആത്മാഹൂതി ചെയ്ത സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. അത് MGR മരിച്ചപ്പോഴും ജയലളിത മരിച്ചപ്പോഴത്തേക്കും അണ്ണാദുരൈ മരിച്ചപ്പോഴത്തേക്ക് തമിഴ്നാട്ടിൽ സംഭവിച്ച കാര്യമാണ്. ഇനി സമ്മേളനങ്ങളിൽ ആളുകൾ തിക്കിലും തിരക്കിലും പെട്ടും മരിക്കുന്നത് അപൂർവമാണെങ്കിൽ തന്നെയും ഈ ഇദ്ദേഹത്തിൻ്റെ സമ്മേളനത്തിന് അധികാരികൾ അനുവാദം കൊടുത്തില്ല എങ്കിൽ തന്നെയും നിർബന്ധിച്ച് അനുമതി വാങ്ങിച്ചു. 30,000 ആളുകൾ തിങ്ങി തടിച്ചുകൂടി
രാവിലെ മുതൽ നിന്നിട്ട് 7 മണിക്കൂർ വൈകിയാണ് ഈ മഹാനേതാവ് അവരെ കാണാൻ വന്നത്. രാവിലെ 10 മണിക്ക് വരുമെന്ന് അറിയിക്കപ്പെട്ട ആൾ വൈകുന്നേരം 7 മണിക്കൂർ കഴിഞ്ഞാണ് സ്ഥലത്തെത്തുന്നത്. ആ സമയം അത്രയും ജനക്കൂട്ടം പിരിഞ്ഞുപോയില്ല. പിരിഞ്ഞുപോയാൽ നിൽക്കാൻ സ്ഥലം കിട്ടില്ല, വെള്ളമില്ല, ആഹാരമില്ല, കടുത്ത ചൂട്. ഒരുപാട് ആളുകൾ മയങ്ങി വീണു. ഈ മയങ്ങി വീഴുന്നവനെ കണ്ടിട്ട് പോലും മയക്കം വരാത്ത ആളുകൾക്ക് വിജയ് മയക്കം ഉള്ളതുകൊണ്ട് അവരുടെ തമ്പടിച്ച് നിന്നു എന്നുള്ളതാണ്. ഈ 41 ആളുകളുടെ മരണത്തിൽ വിജയ്ക്കെതിരെ ഇതുവരെ ഒരു കേസും നിലവിലില്ല എന്നാണ് എൻ്റെ അറിവ്. അദ്ദേഹത്തിൻ്റെ തമിഴ് വെற்றிക്കഴകം അതിൻ്റെ നേതാക്കളിൽ ചിലരെ പ്രതി ചേർത്തിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞതെങ്കിൽ തന്നെയും എന്തുകൊണ്ടാണ് ഈ ആൾക്കൂട്ടത്തിൻ്റെ മനഃശാസ്ത്രം നന്നായി പഠിക്കേണ്ട ഒരു കാര്യമാണ്. ആൾ കൂടുമ്പോൾ പൊതുവേ ഒരു ചെറിയ മീറ്റിങ്ങിൽ പോയി കഴിഞ്ഞാൽ നമുക്കിഷ്ടമുള്ള ഒരു മീറ്റിംഗ് ആണെങ്കിൽ തലയിൽ മസ്തിഷ്കത്തിൽ ഡോപ്പമിൻ്റെ വർധന ഉണ്ടാകും, നല്ല സുഖമായിരിക്കും. അത് നൽകുന്ന ഒരു തൃപ്തി പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. പ്രത്യേകിച്ച് വെള്ളിത്തിരയിൽ കണ്ട് ആരാധിക്കുന്ന ബഹുമാനമുള്ള ആളുകളെ നേരിട്ട് കാണാനുള്ള സാഹചര്യമുണ്ടായാൽ അത് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. ഒഴിവാക്കുന്നത് മോശമല്ലേ? അപ്പോൾ ആളുകൾ തിങ്ങി പാർത്തുകൊണ്ട് തന്നെ, തിങ്ങി നിറഞ്ഞുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ വരവേൽക്കാൻ നിന്നിട്ട് ചൂട് കാരണം, തിരക്കു കാരണം 41 പേർ മരിച്ചു എന്നുള്ളതാണ്. ഇതിൽ ആരാണ് കുറ്റവാളി? പ്രതിസ്ഥാനത്ത് നിർത്തേണ്ടത് ജനങ്ങളെ തന്നെയാണ്. ലിറ്ററസി പോലും ഇല്ലാത്ത ജനങ്ങൾ ഈ ജനങ്ങളെ ചൂഷണം ചെയ്തും അല്ലാതെയും 250 കോടി രൂപയാണ് നടൻ്റെ കൂലി ഒരു സിനിമയിൽ അഭിനയിക്കാൻ. അയാളെ കാണാൻ എന്തിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല. തമിഴ് മക്കൾക്ക് അയാളെ കണ്ടേ പറ്റും. ഞാൻ പല സിനിമാ നടന്മാരെയും നടികളെയും ട്രെയിനിൽ വെച്ച് കണ്ടിട്ടുണ്ട്. പണ്ട് മദ്രാസ് മെയിലിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു അത്ഭുതവും ഒരു കൂറും ഒരു അടുപ്പവും ഒരു പ്രതിപത്തിയും എനിക്ക് തോന്നിയിട്ടില്ല. എന്നെ പോലെ ഒരാൾ അങ്ങനെ തോന്നുന്നത് പോലും അയാളുടെ വ്യക്തിത്വത്തിനുള്ളിലുള്ള കടന്നുകയറ്റം, അയാളുടെ പ്രൈവസിക്ക് വിഘാതം സൃഷ്ടിക്കുന്ന ഒരു പ്രവൃത്തിയാണ് അവരെ കാണാൻ വേണ്ടി തിക്കി പോവുക എന്നുള്ളത്. കോമൺ സെൻസ് ലവലേശം തീണ്ടിയിട്ടില്ലാത്ത ഇത്തരം ഭക്തന്മാർ എംജിആർക്ക് അവർ നൽകിയ പേര് പുരക്ഷി തലൈവർ. പുരക്ഷി എന്ന് പറഞ്ഞാൽ വിപ്ലവർ. എംജിആർ എന്ത് വിപ്ലവമാണ് ഉണ്ടാക്കിയത്? അദ്ദേഹം സിനിമയിൽ അഭിനയിച്ചു, നമ്മൾ കണ്ടു രസിച്ചു. അവിടം കൊണ്ട് തീരാതെ അതുപയോഗിച്ചുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടിയായ DMK-യുമായി തെറ്റിപ്പിരിഞ്ഞുകൊണ്ട് കരുണാനിധിയുമായിട്ടുള്ള തർക്കം കാരണം അദ്ദേഹം അണ്ണാ DMK ഉണ്ടാക്കി, അണ്ണാ ദ്രാവിഡ മുന്നേറ്റ കഴകം. ആ പാർട്ടിയുടെ പേര് തന്നെ ഒരു തമാശ രൂപത്തിലാണ് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. അണ്ണാ ദ്രാവിഡ മുന്നേറ്റ കഴകം, അപ്പ അണ്ണാ ദ്രാവിഡ മുന്നേറ്റ കഴകം എന്നൊക്കെ കളിയാക്കപ്പെട്ടു. എങ്കിലും ഈ കളിയാക്കലുകളൊക്കെ അപ്രസക്തമാക്കിക്കൊണ്ട് MGR-ഉം ജയലളിതയും ഒക്കെ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തപ്പെട്ടുവെങ്കിൽ ഈ രാജ്യത്തെ ജനങ്ങളുടെ രാഷ്ട്രീയ സാക്ഷരത എവിടെയാണ് എത്തി നിൽക്കുന്നത്? ഇതിലെപ്പോഴാണ് മാറ്റമുണ്ടാകുക? ഒരു രാഷ്ട്രീയ നേതാവിനെ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ പരിഗണിക്കേണ്ട സ്വഭാവങ്ങൾ എന്താണ്, ക്വാളിഫിക്കേഷൻസ് എന്താണ്? അത് മനസ്സിലാക്കാനുള്ള കഴിവ് ഈ അഭ്രപാളിയിലെ താരത്തിളക്കത്തിൽ ജനങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് വളരെ സങ്കടമുള്ള ഒരു കാര്യമാണ്.
41 കുടുംബങ്ങളുടെ അത്താണി കുട്ടികളും സ്ത്രീകളുമുണ്ട്. നഷ്ടപ്പെട്ടു. പകരം വയ്ക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ല. ഇതിൽ മാതൃകാപരമായി ശിക്ഷിക്കേണ്ടത് ആ നടനെ തന്നെയാണെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇയാൾ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി മുഖ്യമന്ത്രിയാകുവാനായിട്ട്, CM ആകുവാനായിട്ട് എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും മഹാസമ്മേളനങ്ങൾ വിളിച്ചുകൂട്ടി തൻ്റെ ശക്തി പ്രകടനം, എത്രത്തോളം ആളുകൾ പങ്കെടുത്തുവോ അത്രത്തോളം ഞങ്ങൾക്ക് ശക്തിയുണ്ട്, ഞങ്ങളെ എഴുതി തള്ളാനാവില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെ 41 പേരെ കുഴുതിക്ക് കൊടുത്തു എങ്കിൽ നമ്മൾ ഇന്ന് നിൽക്കുന്നത് ഒരു കാടൻ നിലപാടിൽ തന്നെയാണ്. അമരപാളിയിലെ തിളക്കം നമ്മളെ വിസ്മയിപ്പിക്കരുത്. അയാളെ നിർത്തേണ്ട സ്ഥാനത്ത് നിർത്താനുള്ള ബോധ്യം, അറിവ് ജനങ്ങൾ ആർജിക്കേണ്ടിയിരിക്കുന്നു. എന്തുകൊണ്ടോ തമിഴ്നാട്ടിലെ ജനങ്ങൾക്ക് അത് ഒട്ടുമില്ല എന്നുള്ളതാണ്. എല്ലാ തമിഴ് ജനതകളുമല്ല, അങ്ങനെയുള്ള ആളുകൾ ആ സംസ്ഥാനത്ത് കൂടുതലെന്നാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. അതുകൊണ്ട് ഇവരെപ്പോലുള്ള ആളുകൾ മീറ്റിങ്ങിന് അപേക്ഷിക്കുകയാണെങ്കിൽ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട ഭരണകൂടം അതിന് അനുവാദം നൽകാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അത് ജനാധിപത്യ വിരുദ്ധമല്ലേ എന്ന് ചോദിച്ചാൽ ജനാധിപത്യ വിരുദ്ധമാണ്. ഈ ജനാധിപത്യ വിരുദ്ധ നടപടിയിലൂടെ നമ്മൾ രക്ഷിക്കുന്നത് ആളുകളുടെ ജീവനാണ്. ഇപ്പം വെടിക്കെട്ട് അപകടം, നമ്മുടെ കഴിഞ്ഞ കൊല്ലത്ത് നടന്ന വെടിക്കെട്ട് അപകടം, എത്ര ആളുകളാണ് മരിച്ചത്? എന്തിനാണത്? ഭക്തി മൂലം, ആരാധന മൂലം. കൂട്ടത്തിൽ പറയുകയാണെങ്കിൽ ഇപ്പം മെക്കയുടെ ചരിത്രമെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ തിക്കിലും തിരക്കിലും പെട്ട് ഒരുപാട് ആളുകൾ മരിച്ചിട്ടുണ്ട്. കാശിയിൽ, വാരാണസിയിൽ, അതുപോലുള്ള ക്ഷേത്രങ്ങളിലൊക്കെ ആളുകൾ തിങ്ങിക്കൂടുമ്പോൾ തിക്കിലും തിരക്കിലും പെട്ട് ആളുകൾ മരിക്കുന്നു. ഭക്തന്മാർ ഇത് മനസ്സിലാക്കിയിട്ട് സ്വയം പിന്മാറുമെന്ന് നമ്മൾ കരുതണ്ട. അവരെ നിയന്ത്രിക്കേണ്ട നേതൃത്വം നിയന്ത്രിക്കേണ്ട രീതിയിൽ നിയന്ത്രിക്കണം. ഇപ്പോൾ ശബരിമല ദുരന്തമുണ്ടായപ്പോൾ മലയാളികൾ ആരും മരിച്ചില്ല. അതിൽ മരിച്ചതും തമിഴന്മാരാണ്. ഇന്ന് ഞാൻ പറയാൻ കാരണം, നിർത്തേണ്ട സ്ഥാനത്ത് നിർത്താൻ അറിയാത്ത രീതിയിൽ മസ്തിഷ്ക പ്രക്ഷാളനം സംഭവിച്ചുകൊണ്ട് ആരാധനാമൂർത്ത കുറേ ഭ്രാന്തൻ കൂട്ടങ്ങളായ ആളുകൾ അധംപതിക്കുമ്പോൾ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുക തന്നെ ചെയ്യും. ഇത് ആവർത്തിക്കാതിരിക്കാനുള്ള ഒരു മാർഗമെന്നുള്ളത് ജനങ്ങളെ ബോധവൽക്കരിക്കുക. അത് നടക്കില്ല. ഈ ഭക്തി മൂത്ത് കഴിഞ്ഞാൽ ബോധവൽക്കരണമൊക്കെ അസ്ഥാനത്താണ്. നിങ്ങൾ ഏത് ദൈവാലയം എടുത്തു നോക്കൂ, ഏത് മതചടങ്ങുകൾ എടുത്തു നോക്കൂ, മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാക്കാത്തത് ഒന്നുമില്ല. എല്ലാം ഉപദ്രവം ഉണ്ടാക്കുന്നതാണ്. ഒരു തരത്തിൽ ഒരു വിഭാഗത്തിന് ദ്രോഹമായിരിക്കുന്നത്, ഉപദ്രവമായിരിക്കും. ബാങ്ക് വിളി, ഉത്സവങ്ങൾ. ഒരു ഉത്സവം ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ ആറ്റുകാൽ പൊങ്കാല കാലഘട്ടത്തിൽ അനുഭവിക്കുന്ന വ്യത നിസ്സാരമല്ല. ഒരു കേന്ദ്രത്തിൽ തന്നെ 8ഉം 10ഉം മൈക്ക് സെറ്റുകൾ വെച്ച് പാട്ടുകൾ രസിക്കാനൊക്കാത്ത രീതിയിൽ കാതിൽ വല്ലാത്ത ഇടിമുഴക്കം ഉണ്ടാക്കിക്കൊണ്ട്, അതാണ് ആഘോഷം. അത് വെച്ചില്ലെങ്കിൽ ആഘോഷമാവില്ല. ഭാഗ്യവശാൽ ആറ്റുകാൽ പൊങ്കാലയിൽ തീ ഉപയോഗിക്കുന്നുണ്ട്. തീ പടർന്ന് ആളുകൾ അധികം മരിച്ചിട്ടില്ല. ഭാഗ്യം. അമ്മ കടാക്ഷിക്കുന്നുണ്ട്. ഈ കടാക്ഷം എന്നും നിലനിൽക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കപ്പെടണമെന്നില്ല. അതുകൊണ്ട് കർക്കശമായ നിയമ നടപടികൾ ഇതിന്മേൽ എടുത്തേ പറ്റും. 2 തരം പോംവഴികളാണുള്ളത്. ഒന്ന്, ജനത്തെ ബോധവൽക്കരിക്കുക. അതിനുവേണ്ടിയുള്ള എല്ലാ സന്നാഹങ്ങളും ഒരുക്കിക്കൊണ്ട് തന്നെ സർക്കാർ ഇത് ചെയ്യട്ടെ. രാഷ്ട്രീയ പാർട്ടികൾ, സാംസ്കാരിക സംഘടനകൾ, നേതാക്കൾ, മതനേതാക്കളൊക്കെ ചെയ്യട്ടെ. അതോടൊപ്പം തന്നെ ഇത്തരം മഹാസമ്മേളനങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തേണ്ടതുണ്ട്.
അപ്പോൾ ചോദ്യം വരും, മക്കയിലെ ഹജ്ജ് വിലക്കാൻ പറ്റുമോ? പറ്റില്ല. അവിടുത്തെ ഭരണാധികാരി വിചാരിച്ചാൽ പോലും അത് നടക്കില്ല. ഇപ്പം അവിടെ ഭരിക്കുന്ന രാജാവ്, രാജകുമാരൻ, അദ്ദേഹം തീർത്തും ഒരു ഭക്തനല്ല. പുരോഗമനപരമായ ഒരുപാട് നടപടികൾ എടുക്കുന്ന ആളാണ് അദ്ദേഹത്തിന് ഈ നടപടികൾ എടുക്കുമ്പോൾ മതപുരോഹിതന്മാരിൽ നിന്നും വല്ലാത്ത പ്രതിഷേധങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. രാജാവാണ്, രാജകുമാരനാണ്, എങ്കിലും മതത്തിൻ്റെ മുമ്പിൽ അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാനാവുമോ എന്നുള്ളത് കണ്ടറിയണം. എന്തായാലും സൗദിയിലെ ജനങ്ങൾ മാറുന്നുണ്ട്, അതുകൊണ്ട് ആ മാറ്റം ഉണ്ടാകുമെന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. ഈ മരിച്ചുപോയ 40,000 ആളുകളുടെ ഉത്തരവാദിത്വം ഈ മഹാനടൻ്റെ തലയിൽ തന്നെ കെട്ടിവെച്ചുകൊണ്ട് അയാളോ പോലുള്ള ആളുകളോ ഇത്തരം സമ്മേളനങ്ങൾ വിളിച്ചു കൂട്ടുന്നത് അവസാനിപ്പിക്കാനുള്ള നടപടി എടുക്കേണ്ടതുണ്ട്. ഇപ്പം രാഷ്ട്രീയ സമ്മേളനങ്ങൾ വേണം. 10,000 ആളുകൾക്ക് സാങ്ഷൻ കൊടുത്താൽ 10,001 ആൾ പങ്കെടുത്താൽ സാങ്ഷൻ വാങ്ങിച്ചവർ ശിക്ഷിക്കപ്പെടണം. അതൊക്കെ എവിടെ നടക്കാൻ പോകുന്നു? നമ്മുടെ തെരുവുകളിൽ ട്രാഫിക് വയലേഷൻസിന് നമ്മൾ കേസെടുക്കാൻ പോയി കഴിഞ്ഞാൽ ഒരു രക്ഷയുമില്ലാത്ത അവസ്ഥയാണ്. പൗരബോധം, അന്യനോടുള്ള കരുതൽ, സാമാന്യ ബുദ്ധി, ഇതൊക്കെ ശരിക്കും നശിച്ചുപോയ ഒരു ആൾക്കൂട്ടമാണോ നമ്മൾ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഒരുപാട് നല്ല കാര്യങ്ങൾ ആൾക്കൂട്ടത്തിനിടയ്ക്ക് നിന്നുണ്ടാകുന്നുണ്ട്, അതൊക്കെ ശരിയാണ്. പക്ഷേ ഇത്തരം ഭക്തി വ്യവസായങ്ങളും ഇത്തരം ആഘോഷങ്ങളും ഉത്സവങ്ങളുമൊക്കെ കർക്കശമായ നിയന്ത്രണങ്ങൾക്ക് വിധേയമാക്കിക്കൊണ്ടേ നടപ്പിലാക്കാനോ ആവൂ. കാരണം പൗരന്മാരുടെ ജീവനും സ്വത്തിനും വില കൽപ്പിക്കുന്ന ഒരു ഭരണകൂടമാണെങ്കിൽ നാളത്തെ 10 വോട്ടിന് വേണ്ടിയിട്ട് പലതും മറന്ന് സാങ്ഷൻ കൊടുക്കുന്നത് തെറ്റാണ്, കൊടുക്കരുത് എന്ന് പറഞ്ഞാൽ കൊടുക്കാതിരിക്കൂ, കൊടുക്കും. ഇനിയും ഇത്തരം കൊലപാതകങ്ങൾ, മരണമല്ല കൊലപാതകങ്ങൾ, ഈ 41 കൊലപാതകം നടത്തിയിട്ടുള്ളത് വിജയമാണ്. അയാൾ തൻ്റെ രാഷ്ട്രീയ പാർട്ടി രൂപീകരണത്തിന് വേണ്ടിയിട്ട് ഓരോ ജില്ലയിലും എല്ലാ ശനിയാഴ്ചകളിലും അല്ലെങ്കിൽ ഞായറാഴ്ചകളിലും മീറ്റിംഗ് വിളിച്ചു കൂട്ടാൻ തീരുമാനിക്കുകയായിരുന്നു. 3-ാമത്തെയോ 4-ാമത്തെയോ ഏരിയ ആയിരുന്നു കരൂർ. ബാക്കിയുള്ള ജില്ലകളിലെ ആളുകൾ രക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. എന്തിനാണ് 250 കോടി രൂപ ഒരു സിനിമയിൽ അഭിനയിക്കുമ്പോൾ കൂലിയായി വാങ്ങിക്കുന്ന ഒരാളുടെ ധനസമ്പാദനം എത്രത്തോളം ഉണ്ടാകും? അവിടം കൊണ്ട് മനുഷ്യ മനസ്സ് അടങ്ങുന്നില്ല, ഭ്രാന്തളകിക്കൊണ്ട്. തൻ്റെ മുൻപേ പോയ മുൻഗാമികളെ പാത പിന്തുടർന്നുകൊണ്ട് മുഖ്യമന്ത്രിയാകാൻ വേണ്ടിയിട്ട്, എന്തായാലും പ്രധാനമന്ത്രിയാകാൻ വേണ്ടിയിട്ടുള്ള ഒരു തത്രപ്പാടൊന്നും തമിഴ്നാട്ടിൽ കാണാനില്ല. ചെയ്യേണ്ടതൊന്നേ ഉള്ളൂ, ജനത്തെ ബോധവൽക്കരിക്കാൻ ശ്രമിക്കുക. അങ്ങനെ ബോധവൽക്കരിക്കാൻ ഉള്ള നടപടികൾ സർക്കാരോ സാംസ്കാരിക സംഘടനകളോ എടുക്കുമോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. എങ്കിൽ തന്നെയും എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു കാര്യം, ഈ നടീനടന്മാരും VIP-കളും ഇത്തരങ്ങൾ കൂട്ടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, ഇത് ആളുകളോട് സംവേദിക്കാനായിട്ട് ഒരുപാട് മാർഗങ്ങളുണ്ട്. ആളെ നേരിട്ട് കണ്ട് സംസാരിക്കേണ്ട കാര്യമേ ഇല്ല. അപ്പം ഞാൻ ചെയ്യുന്നത് പോലെ കുടുസായ എൻ്റെ മുറിയിൽ നിന്ന് തന്നെ എത്ര പേരോട് വേണമെങ്കിലും ഞാൻ അതിശയകരമായ പുതിയ അറിവുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ എൻ്റെ കാഴ്ചക്കാരുടെ എണ്ണം വർദ്ധിക്കും. അങ്ങനെ ലക്ഷങ്ങൾ കാണപ്പെടുന്ന ഒരുപാട് വീഡിയോസ് നമുക്ക് കിട്ടുന്നില്ലേ? സുഖമായിട്ട്, സൗകര്യമായിട്ട്, സൗകര്യമുള്ള സ്ഥലത്ത്, സൗകര്യമുള്ള സമയത്ത്, കാണാൻ പാകത്തിൽ എല്ലാ സംവിധാനങ്ങളും ഉള്ളപ്പോഴും കിരാതമായ കാടൻ നയങ്ങൾ പിന്തുടരുന്ന ജനങ്ങൾ, രാഷ്ട്രീയ നേതാക്കൾ, അവരെ ഓർത്ത് സഹതപിക്കാനേ ആവുള്ളൂ. ഇത് സഹതാപത്തിൽ ഒതുങ്ങാതെ കർക്കശമായ നിയന്ത്രണങ്ങളും ശിക്ഷാവിധികളും ഉണ്ടാകണമെന്നാണ് എനിക്ക് ഇതിൽ പറയാനുള്ളത്. നന്ദി, നമസ്കാരം.